കൊയിലാണ്ടി MLA ആയിരുന്ന സഖാവ് കാനത്തിൽ ജമീല അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആയിരുന്നു അന്ത്യം. 15ാം കേരള നിയമസഭയിൽ കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു മത്സരിച്ച ജമീല വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു ജയിച്ചിരുന്നത്. 1966 മെയ് 5-ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലായിരുന്നു ജമീലയുടെ ജനനം. ഗ്രാമപഞ്ചായത്ത് അംഗത്തിൽ നിന്ന് പടിപടിയായി ഉയർന്ന് 2021 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലേക്ക് ജമീലയുടെ വരവ്. മലബാറിൽ നിന്നുള്ള ആദ്യ മുസ്ലിം വനിതാ MLA കൂടിയാണ് ജമീല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലായാലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടാകാറില്ല. പക്ഷെ ഒരു വരുമാനമുള്ള സ്ത്രീയാണെങ്കിൽ ഒരു വരുമാനമില്ലാത്ത സ്ത്രീയെയും സംബന്ധിച്ച് രണ്ട് തട്ടിലാണ് അവർ എന്നുള്ളതാണ്. വരുമാനമുള്ള സ്ത്രീയെ ഒരു തട്ടിൽ കാണുകയും വരുമാനമില്ലാത്ത സ്ത്രീയെ 2017 മുതൽ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ജമീല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. 1995 ആദ്യമായി തലക്കുളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായി വിജയിച്ചു വന്നതോടെയാണ് കാനത്തിൽ ജമീലയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ വളർച്ച നേടിയത്. കുറ്റ്യാടി പോലുള്ള ഗ്രാമീണ മേഖലയിൽ ജനിച്ച കാനത്തിൽ വിവാഹിതയായി എത്തിയത് തലക്കുളത്തൂരാണ്. അവിടെ ഒരു സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന ജമീല 1995 തലക്കുളത്തൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയായിരുന്നു. ആ വർഷം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്തു വെക്കുകയും ചെയ്തു. പിന്നീട് ജനങ്ങളോടും പ്രവർത്തകരോടും സംയമനത്തോടു കൂടി പെരുമാറുകയും അവരുടെ പ്രീതി പിടിച്ചുപറ്റി അവരുടെ ഇഷ്ട നേതാവായി മാറുകയും ചെയ്തു. LIC ഏജന്റായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് കാനത്തിൽ ജമീല പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത്. 1995 തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2000 തലക്കുളത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച അപൂർവ വനിത എന്ന റെക്കോർഡും കാനത്തിൽ ജമീലയ്ക്കുണ്ട്. കുറ്റ്യാടി നടുവിലക്കണ്ടി വീട്ടിൽ പരേതരായ TK അലിയുടെയും മറിയത്തിന്റെയും മകളാണ്. ഭർത്താവ് കാനത്തിൽ അബ്ദുറഹ്മാൻ. മക്കൾ ഐറിജ് റഹ്മാൻ, അനൂജ ഷുഹൈബ്.